കൈത്താക്കാലം 5-ാം തിങ്കൾ. മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. വിത്തിൻ്റെയും കടുകുമണിയുടെയും ഉപമ. മനുഷ്യന് അഗ്രാഹ്യമായ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ നിലത്ത് വിതയ്ക്കപ്പെടുന്ന ഒരു വിത്തിൻ്റെയും ഒരു കടുകുമണിയുടെയും ഉപമകളാണ് ഇന്നത്തെ ചിന്താവിഷയം. അറപ്പുരകളിൽ സൂക്ഷിച്ചു വയ്ക്കപ്പെട്ട ധാന്യം അതേപടി ഇരിക്കുന്നു. എന്നാൽ മണ്ണിൽ വിതച്ചു കഴിയുമ്പോൾ അത് 30 മേനിയും 60 മേനിയും 100 മേനിയും വിളവ് നൽകുന്നു. നല്ല നിലത്ത് വീണ 100 മേനി വിളവ് നൽകിയ വിത്തിൻ്റെ ഉപമയും യേശു പറയുന്നുണ്ട്. ദൈവരാജ്യമാകുന്ന വിത്ത് വിതയ്ക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. ഏറെ പാരമ്പര്യങ്ങളും ചട്ടക്കൂടുകളും കറയറ്റ നിയമ സംഹിതകളുമുള്ള ഒരു സമൂഹത്തിൽ അതിനെ നിഷ്പ്രഭമാക്കുന്ന സ്നേഹവും കരുണയും സഹവർത്തിത്വവും വിളയാടുന്നതാണ് ആ രാജ്യത്തിൻ്റെ മുഖമുദ്ര. പാണ്ഡിത്യവും സമ്പത്തും സ്ഥാനമാനങ്ങളൊന്നുമില്ല. പിറന്നു വീണത് കാലിത്തൊഴുത്തിൽ, മരിച്ചത് കുരിശിൽ. ആരും വിലമതിക്കാത്ത നിരക്ഷര കക്ഷികളായ 12 ശിഷ്യന്മാർ. എന്നിട്ടും ഭൂമിയിൽ വിതയ്ക്കപ്പെടുന്ന ഒരു വിത്തുമണി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ മുളച്ചു പൊങ്ങി വളർന്ന് ഫലമണിയുന്നതുപോലെ അവൻ വിതച്ച ദൈവരാജ്യമാകുന്ന ആ വിത്ത് ആരാലും അറിയപ്പെടാതെ വളർന്നു പന്തലിച്ചു. അതുപോലെ എല്ലാ ധാന്യങ്ങളെയും കാൾ ചെറുതായ ഒരു കടുകുമണി മുളച്ച് പൊങ്ങി പടർന്ന് പന്തലിച്ച പോലെയായിരിക്കും ദൈവരാജ്യം വികാസം. ഇത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. പ്രതിലോഭ ശക്തികളൊന്നും ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല.